24 വർഷം സിറിയയുടെ അധികാര കസേരയിലിരുന്ന ഭരണാധികാരി 2011 മുതൽ സിറിയയെ രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ച ഭരണകൂടം ഒടുവിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് റഷ്യയിൽ അഭയം തേടിയ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന് ഇപ്പോൾ സിറിയൻ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ദമാസ്കസിലെ ഫോർത്ത് ക്രിമിനൽ കോടതിയാണ് അസദിനും സഹോദരൻ മഹർ അൽ അസദിനുമെതിരെ ഈ ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇരുവരുടെയും സാന്നിധ്യമില്ലാതെയാണ് കേസ് വിചാരണ പൂർത്തിയാക്കിയത്. 1/2 മില്യണിലധികം മനുഷ്യരുടെ ജീവനെടുത്ത 14 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിനും അതിക്രമങ്ങൾക്കും ശേഷമുള്ള ഈ വിധിക്ക് എന്താണ് പ്രാധാന്യം? എന്താണ് അസദ് ഭരണകൂടത്തിനെതിരായ പ്രധാന ആരോപണങ്ങൾ? എങ്ങനെയാണ് 2011 ഒരു ജനകീയ പ്രക്ഷോഭം 14 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധമായി മാറിയത്? അസദിന് എങ്ങനെയാണ് അധികാരം നഷ്ടപ്പെട്ടത്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. 2000 ജൂലൈ പിതാവ് ഹാഫിസ് അൽ അസദിൻ്റെ മരണത്തെ തുടർന്ന് ബഷാർ അൽ അസദ് സിറിയയുടെ പ്രസിഡന്റായി അധികാരത്തിലെത്തി. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ നേത്രരോഗ വിദഗ്ധൻ. ആദ്യഘട്ടത്തിൽ ബഷാർ അൽ അസദിനെ പലരും കണ്ടത് ഒരു പരിഷ്കരണവാദിയായ നേതാവായാണ്. പക്ഷേ അധികാരത്തിലേറിയതോടെ സിറിയയിലെ രാഷ്ട്രീയ സംവിധാനത്തിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെയാണ് ബഷാർ മുന്നോട്ട് കൊണ്ടുപോയത്. പ്രതിപക്ഷത്തിനെതിരായ അടിച്ചമർത്തൽ, രാഷ്ട്രീയ തടങ്കൽ, രഹസ്യാന്വേഷണ സംവിധാനത്തിൻ്റെ ശക്തമായ നിയന്ത്രണം ഇവയെല്ലാം അസദ് ഭരണത്തിൻ്റെ സവിശേഷതകളായി തുടർന്നു. 2011 അറബ് ലോകത്തെ പിടിച്ചുകുലുക്കിയ അറബ് വസന്തം സിറിയയിലേക്കും എത്തി. ദറാൻ നഗരത്തിലെ ഏതാനും വിദ്യാർത്ഥികൾ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതിയതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് കൊടിയ പീഡനങ്ങൾക്കിരയാക്കി. ഇതിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. ആദ്യം ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ പരിഷ്കാരവും സ്വാതന്ത്ര്യവുമായിരുന്നു. പക്ഷേ പ്രതിഷേധങ്ങളെ സൈനികമായി അടിച്ചമർത്താനുള്ള അസദ് സർക്കാരിൻ്റെ നീക്കം സ്ഥിതിഗതികൾ അപ്പാടെ മാറ്റിമറിച്ചു. പ്രതിഷേധം, കലാപം, ആയുധ പോരാട്ടം, ആഭ്യന്തര യുദ്ധം, അങ്ങനെ നാടാകെ കലുഷിതമായി. സിറിയ അതോടെ ഒരു രാജ്യത്തിനുള്ളിലെ യുദ്ധഭൂമിയായി മാറി. ഇത് വെറും അസദ് സർക്കാരും വിമതരും തമ്മിലുള്ള യുദ്ധമായിരുന്നില്ല. ഒരു വശത്ത് അസദ് ഭരണകൂടം, അവരെ പിന്തുണച്ച് റഷ്യയും ഇറാനും. മറുവശത്ത് വിവിധ വിമത സംഘടനകൾ. ഇതിനൊപ്പം ISIS പോലുള്ള തീവ്രവാദ സംഘടനകളും രംഗത്തെത്തി. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വേറിട്ട രീതിയിൽ ഇടപെട്ടു. തുർക്കി, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ പ്രാദേശിക ശക്തികൾക്കും സ്വന്തം താൽപ്പര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സിറിയൻ ആഭ്യന്തര യുദ്ധം ഒരു ആഭ്യന്തര സംഘർഷത്തിൽ നിന്ന് അന്താരാഷ്ട്ര ശക്തികൾ ഏറ്റുമുട്ടുന്ന യുദ്ധമായി മാറി. യുദ്ധത്തിനിടെ അസദ് ഭരണകൂടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. സാധാരണക്കാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തുവെന്ന ആരോപണം, തടങ്കൽ കേന്ദ്രങ്ങളിൽ ക്രൂരമായ പീഡനം നടത്തിയെന്ന ആരോപണം, വിമത പ്രദേശങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന ആരോപണം, രാസായുധങ്ങൾ ഉപയോഗിച്ചെന്ന ആരോപണം, കൂട്ടക്കൊലകളും നിർബന്ധിത കുടിയൊഴിപ്പിക്കലുകളും നടത്തിയെന്ന ആരോപണം. ഇവയെല്ലാം അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും അന്വേഷണ സംവിധാനങ്ങളും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം അസദ് ഭരണകൂടം പല ആരോപണങ്ങളും നിഷേധിച്ചിരുന്നു. 2011 ആരംഭിച്ച യുദ്ധം സിറിയയുടെ സാമൂഹിക സാമ്പത്തിക ഘടനയെ തകർത്തു. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ദശലക്ഷക്കണക്കിന് പേർ വീട് വിട്ടു പോകേണ്ടി വന്നു. നഗരങ്ങൾ തകർന്നു. ആശുപത്രികളും സ്കൂളുകളും അടിസ്ഥാന സൗകര്യങ്ങളും പാടെ നശിച്ചു. ഒരു തലമുറയ്ക്ക് യുദ്ധം ജീവിതത്തിലെ സാധാരണ അനുഭവമായി മാറി. പക്ഷേ അസദ് അധികാരത്തിൽ തുടർന്നു. പ്രത്യേകിച്ച് റഷ്യൻ സൈനിക ഇടപെടൽ അസദ് ഭരണകൂടത്തിന് ഏറെ നിർണായകമായി മാറിയിരുന്നു. വർഷങ്ങളോളം അസദ് അധികാരം നിലനിർത്തി. എന്നാൽ 2024 അവസാനത്തോടെ സ്ഥിതിഗതികൾ പെട്ടെന്ന് മാറി. വിമത സേനകൾ അതിവേഗം മുന്നേറി. പ്രധാന നഗരങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വിമതരുടെ നിയന്ത്രണത്തിലായി. ഒടുവിൽ 24 വർഷത്തെ ബഷാർ അൽ അസദ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് രാജ്യതലസ്ഥാനമായ ഡമാസ്കസും വീണു. 2024 ഡിസംബറിൽ വിമതസേന ദമാസ്കസ് പിടിച്ചടക്കിയതോടെ ബഷാർ അൽ അസദും കുടുംബവും മോസ്കോയിലേക്ക് പലായനം ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രായോഗിക ചോദ്യം. അസദ് ഇപ്പോൾ റഷ്യയിലാണ്. സിറിയയിൽ വധശിക്ഷ വിധിച്ചാലും അസദിനെ റഷ്യയിൽ നിന്ന് സിറിയയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമോ? അതിന് റഷ്യയുടെ സഹകരണം ആവശ്യമാണ്. അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ വിധി നടപ്പാക്കുക അത്ര എളുപ്പമല്ല.
ഇതാണ് സിറിയയുടെ പുതിയ ഭരണകൂടത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അസദ് ഭരണത്തിൻ്റെ ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പക്ഷേ ട്രാൻസിഷണൽ ജസ്റ്റിസ് എന്നത് പ്രതികാരം മാത്രമല്ല. കുറ്റക്കാരെ നിയമപരമായി വിചാരണ ചെയ്യുക, തെളിവുകൾ പരിശോധിക്കുക, പ്രതികൾക്ക് നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുക, ഇരകൾക്ക് നീതി നൽകുക, രാജ്യത്ത് വീണ്ടും അതേ തരത്തിലുള്ള അധികാര ദുരുപയോഗം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ഇതെല്ലാം ട്രാൻസിഷണൽ ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അസദിനെതിരായ വിധി സിറിയയുടെ നീതിന്യായ സംവിധാനത്തിന് വലിയ പരീക്ഷണം കൂടിയാണ്. ബഷാർ അൽ അസദിൻ്റെ പതനത്തോടെ സിറിയയുടെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. യുദ്ധത്തിൻ്റെ മുറിവുകൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികളുടെ ഭാവി, തകർന്ന സമ്പദ് വ്യവസ്ഥ, വിവിധ സായുധ വിഭാഗങ്ങൾ, വിദേശ ശക്തികളുടെ സ്വാധീനം, അങ്ങനെ പലതും പരിഹാരം ആവശ്യപ്പെടുന്നുണ്ട്. 5.5 പതിറ്റാണ്ട് ഭരണം നടത്തിയ ഒരു സ്വച്ഛാധിപതിക്ക് സ്വന്തം നാട്ടിലെ കോടതി നൽകിയ ഈ മരണശിക്ഷാവിധി ലോക ചരിത്രത്തിലെ വലിയൊരു പാഠമാണ്. എന്നാൽ മോസ്കോയിലെ ആഡംബര ജീവിതത്തിൽ നിന്ന് അസദിനെ നിയമത്തിന് മുന്നിൽ നേരിട്ടെത്തിക്കാൻ സിറിയയിലെ പുതിയ സർക്കാരിന് കഴിയുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്.